പിന്നെ അപ്പോൾ 52 മിനിറ്റായി ഞാനിപ്പം വന്നിട്ട് കേട്ടോ. എല്ലാവരും നമ്മൾ ഈ ഇതൊന്നുമില്ല, ആരുമായിട്ട് ഷണ്ടല്ല, പിന്നെ നല്ല വീഡിയോസ് ഇടുന്നു, നമ്മളെ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ഇടുന്ന നമുക്ക് വ്യൂസൊക്കെ കുറയും. ഏഷണി പരദൂഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴപ്പായിട്ട് അങ്ങനെയുള്ളവരെ വീഡിയോസ് കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. പരദൂഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി, അങ്ങനത്തെ വീഡിയോസ് ആണ് എല്ലാവരും പ്രേക്ഷകർ കൂടുതലുള്ളത്. നമ്മൾ സാധാരണ വീട്ടമ്മമാർ നല്ല വീഡിയോസൊക്കെ ഇട്ട് നല്ല ഇതൊന്നും കാണാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു സങ്കടം. പിന്നെ നമുക്ക് ഈ വല്ലാണ്ട് പോയി ട്രാവൽ വീഡിയോസ് ആദ്യമൊക്കെ ഞാൻ കാണുമായിരുന്നു. സുജിത് ഭക്തനും പിന്നെ വയനാട്ടിലുള്ളൊരു കുട്ടിയുണ്ടല്ലോ, 2 പേരും, ഒരാൾ കോഴിക്കോടും, അയ്യോ അവൻ്റെ പേര്, അവൻ്റെ കല്യാണം അപ്പം അടുത്തുണ്ട്. അവൻ പിന്നെ ഒരു സജിത്തോ അങ്ങനെയുള്ള ഓരോരുത്തർ ട്രാവൽ വീഡിയോസ്. ആ സമയത്താണ് നമ്മളെ ഈബിൾ ജെറ്റ് ബ്രദേഴ്സ് അതിൻ്റെ വീഡിയോസൊക്കെ വന്ന്. അങ്ങനെ നമ്മൾ ഈ ഇതിൻ്റെ സമയത്ത് കൊറോണ സമയത്ത് ഒരുപാട് അങ്ങനത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ വീഡിയോസ് കണ്ട് കൊറോണ കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ചെയ്താൽ മതിയായിരുന്നു. ആ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നേരം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. 54 മിനിറ്റായി വീഡിയോ. ഒരു മണിക്കൂർ 60 സെക്കൻഡ് അല്ലേ. അപ്പം ഈ ലൈവ് വന്നാൽ നമുക്ക് വേഗം വാച്ചവർ ഇതാക്കാൻ പറ്റുമെന്ന് കേട്ടു. ലൈവ് ഇടയ്ക്കിടയ്ക്ക് വന്നാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ട് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഒരാൾ കാണുന്നുണ്ട്, ഹായ്. പക്ഷേ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത് തോന്നുന്നു. ഇത് അറിയാത്ത ഒരുപാട് പേര് വന്നിട്ട് ബാർബർ ഷോപ്പ് തുടങ്ങിക്കൂടെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു, ഫാത്തിമയാണോ അറിയില്ല, തുടങ്ങിക്കൂടെ ചേച്ചിന്ന്. വീട്ടിൽ ബാർബർ ഷോപ്പ് എങ്ങനെയാണ് തുടങ്ങുക? അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കമൻറ്റ് വന്നു. എന്നാലും വലിയ മോശപ്പെട്ട കമൻറ്റൊന്നും ഇല്ലെങ്കിൽ വേടിയായിരുന്നു. ഏതെങ്കിലും ആൾക്കാർ വൃത്തിയോടൊക്കെ പറഞ്ഞാൽ നമുക്ക് താങ്ങാനുള്ളതൊന്നുമില്ല. ആദ്യം ഒന്ന് വായിക്കും, എന്നിട്ട് പിന്നെ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യമൊന്നും നമ്മൾ പകച്ചു പോകും, എന്ത് മറുപടി കൊടുക്കണം, അത്രയും കരുത്തൊന്നുമില്ല. പിന്നെ പറയേണ്ട പോലെ പറയേണ്ട സമയത്ത് പറയണം. പിന്നെ അത് ഓർത്തിട്ട് നമ്മൾ അയ്യോ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കരുത്. അൻപത്തഞ്ച് മിനിറ്റായി ലൈവ് കേട്ടോ. അപ്പോൾ ഞാൻ 60 സെക്കൻഡ് വരെ ഞാൻ വരും ലൈവിൽ. അപ്പോൾ എല്ലാ സൺഡേയും 9 മണിക്ക് വരണം എന്നാണ് വിചാരിക്കുന്നത്. അതിപ്പം ഗ്യാപ്പ് കൂടുതലായിപ്പോയില്ലേ. സൺഡേ ആകുമ്പോഴത്തേക്ക് എല്ലാവരും മറന്നു പോവും. പിന്നെ സൺഡേയിൽ ഓരോരുത്തർക്ക് ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, പരിപാടികൾ ഉണ്ടാവില്ലേ, അതൊക്കെ കഴിഞ്ഞ് അവർ ക്ഷീണത്തിൽ വന്നിരിക്കുമ്പോഴായിരിക്കും എൻ്റെ ലൈവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സൺഡേ ലൈവ് മാറ്റണമെന്നൊരു ആലോചനയുണ്ട്, എന്താ അറിയില്ല. പിന്നെ ഞങ്ങൾ തന്നെ സൺഡേ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ലൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അപ്പം 56 മിനിറ്റായി, 56 മിനിറ്റും 58 സെക്കൻഡും. ഒന്ന് വെറുതെ ലൈവ് വന്ന് നോക്കിയതാ, എങ്ങനെയുണ്ട്, ഒരു ട്രയൽ റൺ വന്നതാണ്. അപ്പം എല്ലാ വീഡിയോ കാണുന്നവർ ഹായ് മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജ് അയക്കാൻ പറ്റാത്തത് എന്താ? മെസ്സേജ് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബിന്ദുസ് വ്ളോഗ്. എല്ലാവരും കാണാം, ബിന്ദുസ് വ്ളോഗ് കേട്ടോ.